മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് മോഷണം നടത്തുന്നു. മഖ്സൂം ഗോത്രം എന്നത് മക്കായിലെ പ്രഗൽഭമായ ഗോത്രമാണ്. ആ ഗോത്രം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ഗോത്രമാണ്. അബൂജഹൽ അംർ ഇബ്നു ഹിഷാം എന്ന ദുഷ്ടനായ നബി തങ്ങളുടെ ശത്രുവിന്റെ ഗോത്രമാണ്. ആ ഗോത്രത്തിലെ ഒരു പെണ്ണ് ഒരാഭരണം മോഷ്ടിച്ചപ്പോൾ ആ മോഷണം ഹബീബിന്റെ കോടതിയിലേക്ക് വരികയും ചെയ്തപ്പോ അതിന്റെ ശിക്ഷ നടപ്പാക്കൽ കൈ മുറിച്ചു മാറ്റലാണ്. ആ മുൻകൈ മുറിക്കപ്പെടുമെന്ന ശിക്ഷ നടപ്പാക്കാൻ പോകുമ്പോ ആളുകൾ ഓടിക്കൂടി മുഹമ്മദ് നബിയോടൊന്ന് പറയണേ, മഖ്സൂം ഗോത്രക്കാര് അത് വല്ലാത്ത തറവാടല്ലേ, ബനു തമീമോ ബനു അജിയോ ആണെങ്കിൽ കുഴപ്പമില്ല, ഇത് ബനു മഖ്സൂം അല്ലേ, ആ തറവാടിന് അപമാനമല്ലേ. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമാണത്, അബൂജഹലിന്റെ തറവാടാണത്. അവർക്ക് വലിയ അപമാനം തോന്നി. ആരാ നബി തങ്ങളോട് പോയി ഒന്ന് ശുപാർശ ചെയ്യുക? ആര് നബിയോട് ചെന്ന് പറയും ഒന്ന് ശുപാർശ ചെയ്യാൻ? അവരോട് ചെന്നു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട്, അലിയാരേ, നബിയോട് നിങ്ങളൊന്ന് പറയുമോ? അങ്ങ് പറഞ്ഞാൽ ഹബീബ് കേൾക്കും. ഒന്ന് മാപ്പ് കൊടുക്കാൻ പറയണേ, ആ പെണ്ണിന്റെ കൈ മുറിക്കണ്ടെന്ന് പറയണേ. അലി തങ്ങൾ പറഞ്ഞു, നബി തങ്ങളോട് ശുപാർശ ചെയ്യുകയോ? എന്നെ കൊണ്ട് കഴിയില്ല. പിന്നെ അവര് നോക്കി, ഇനി ആര് പറയും? ഹബീബിന്റെ ഉറ്റ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാതെ ഇനി ആരാണുള്ളത്? അവർ ചെന്ന് ചോദിച്ചു, യാ അബൂബക്കർ സിദ്ദീഖ് എന്നവരെ തശ്ഫഉ ലനാ ഫീൽ മഖ്സൂമിയ്യ, ആ മഖ്സൂമിക്കാരിയായ പെണ്ണിന്റെ വിഷയത്തിൽ അബൂബക്കറെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യണം നബിയോട്. സിദ്ദീഖ് എന്നവരെ പറഞ്ഞു, എന്നെ കൊണ്ട് കഴിയില്ല. ഫാത്തിമ ബീവിയോട് ചെന്ന് പറഞ്ഞു, ഫാത്തിമ അങ്ങ് ബിദ്അത്തും മിൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ണമാണെന്നല്ലേ നിങ്ങളെ കുറിച്ച് നബി ഞങ്ങൾ പറയാറുള്ളത്. നിങ്ങളൊന്ന് പോയി പറയുമോ നബിയോട് ആ പെണ്ണിന്റെ കൈമുറിക്കരുതെന്ന്? ബീവി പറഞ്ഞു, ഞാൻ പറയൂല, എനിക്ക് ധൈര്യമില്ല. ഇനി ആര് പറയും? അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരന് ഓർമ്മ വരുന്നത്. അത് ഹബീബിന്റെ സ്നേഹനിധിയായ ഒരു സ്വഹാബിയുടെ മകനാണ്. ഹബീബിന്റെ പോറ്റുപുത്രൻ എന്ന് പറയുമായിരുന്ന സെയ്ദ് ഇബ്നു ഹാരിഥ തങ്ങളുടെ മകൻ ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ചെറിയ ചെറുപ്പക്കാരനാണ്. ഉസാമ, നിങ്ങളൊന്ന് പോയി പറയുമോ, അൻത ഹിബ്ബു റസൂലില്ലാഹി വബിനു ഹിബ്ബി റസൂലില്ലാഹ്, ഹബീബിന്റെ മെഹബൂബിന്റെ മോനല്ലേ നിങ്ങളുടെ വാപ്പ ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മെഹബൂബ് അല്ലയോ? ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് മഹാനായ സെയ്ദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു അൻഹു. ഉസാമ, നിങ്ങളൊന്ന് പറയുമോ, നബി തങ്ങളോട് പറയുമോ? ഉസാമ തങ്ങൾ പറഞ്ഞു, നബിയേ, അശ്ഫഉ യാ റസൂലല്ലാഹ് ഫിൽ മഖ്സൂമിയ്യ ലാ തഖ്തഅ യദഹാ, നബിയേ, ആ പെണ്ണിന്റെ കൈ അങ്ങ് മുറിക്കരുതേ നബിയേ, ഞാൻ ശുപാർശ ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ട ഒരാൾ പറയുമ്പോ നമ്മളിത് കേൾക്കുമല്ലോ. നബി തങ്ങൾ വിളിച്ചു. ആരോടായി പറയുന്നത്? നീതിയുടെ വിഷയത്തിൽ, ഖിസാസിന്റെ വിഷയത്തിൽ നീതിയുടെ പരമമായ മാതൃകകൾ കാണിച്ച നബിയോടാണിത്. ബദറിലെങ്ങാനും ഉകാശത്ത് ഇബ്നു മുഹ്സൻ റളിയല്ലാഹു അൻഹു, ഉകാശ റളിയല്ലാഹു തആല ഒരൽപ്പം ലൈനിൽ നിന്ന് ഒരൽപ്പം മുന്നോട്ട് നിന്നപ്പോ ഹബീബിന്റെ പല്ല് തുടക്കുന്ന ആ ഒരു ചെറിയ മരക്കമ്പ് അറാക്കുകൊണ്ട് ഒന്ന് നേരെ നിൽക്കൂ എന്ന് നബി തങ്ങൾ പറഞ്ഞ ഉകാശ റളിയല്ലാഹു അൻഹുവിനോടാ നബി തങ്ങൾ വയറിന്റെ ഭാഗത്തെ വസ്ത്രം കാണിച്ചു കൊടുത്തുകൊണ്ട്, ഉകാശ, നിങ്ങളെ ഞാനൊന്ന് കുത്തിയതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്നോട് വല്ല വെറുപ്പുമുണ്ടെങ്കിൽ പ്രതികാരമെടുത്തോളൂ. അതാണ് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖതസ്സ മിന്നി യൗമ ലാ ദീനാറും വലാ ദിർഹം, നാളെ പരലോകത്തേക്ക് വരുമ്പോൾ ഒരു ദീനാറോ ദിർഹമോ പകരം തരാൻ കഴിയാത്ത ലോകത്ത് നിങ്ങൾ എന്നോട് പ്രതികാരം ചോദിക്കരുത്. ഇവിടെ വേണമെങ്കിൽ ചോദിച്ചോളൂ, വേണ്ടതെടുക്കാം, എന്നെ പ്രഹരിക്കാം, എന്നെ അടിക്കാം.
അപ്പോഴാണ് ഉഖാശ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ വയറ്റത്തേക്ക് ഫൻഖബ്ബ അലാ ബത്നി റസൂലില്ലാഹി യുഖബ്ബിലുഹു, ഹബീബിന്റെ പരിശുദ്ധമായ ആ വയറ് ചുംബിക്കുകയായിരുന്നു മഹാനായ ഉഖാശ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, ഞാൻ യുദ്ധത്തിലേക്ക് പോവുകയാണ് നബിയേ, അങ്ങയോട് പ്രതികാരം ചോദിക്കാനല്ല നബിയേ ഞാനാ പറഞ്ഞത്. എന്നാൽ ലഅല്ല ആഖിറ അഹദി ഫിദ്ദുനിയാ ബിബദനിക യാ റസൂലല്ലാഹ്, ഈ ലോകത്തോട് യാത്ര പറയുമ്പോ എന്റെ ശരീരം മറ്റാരുടെയെങ്കിലും ഒരു ശരീരത്തെ തൊട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അങ്ങയുടെ ശരീരമാവട്ടെ അവസാനമായി ഞാൻ തൊടുന്നത്. ലഅല്ലല്ലാഹു യർഹമുനി, അല്ലാഹു എന്നോട് കരുണ ചെയ്തേക്കാം ഖബറിൽ പോയി കിടക്കുമ്പോ. അതുകൊണ്ട് നബിയേ, ഞാനൊരു പ്രതികാരത്തിന്റെ കഥയുണ്ടാക്കിയതാണ്, അങ്ങനെ വേദനിപ്പിച്ചിട്ടില്ല നബിയേ, എനിക്ക് അങ്ങയൊന്ന് ചുംബിക്കാൻ ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. ആ നബിയോടാണ് ഉസാമ റളിയല്ലാഹു അൻഹു വന്ന് പറയുന്നത്, നബിയേ, മഖ്സൂമിയ പെണ്ണിന്റെ കൈ മുറിക്കാതെ ഒന്ന് മാപ്പ് കൊടുക്കുമോ? നബി തങ്ങൾ പറഞ്ഞു, ബിലാലെവിടെ, ബിലാലെവിടെ? ബിലാലേ വാ, അസ്വലാത ജാമിഅ, അസ്വലാത ജാമിഅ, അസ്വലാത ജാമിഅ. നിസ്കാരം നടക്കാത്ത നേരത്ത് എന്തെങ്കിലും അത്യാവശ്യ വിഷയം സ്വഹാബത്തെ ധരിപ്പിക്കാനുണ്ടെങ്കിൽ ഹബീബായ നബി തങ്ങൾ വിളിച്ചു പറയുന്ന രീതിയാണത്. അങ്ങാടിയിലുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടി എന്തോ അപകടമുണ്ട്, എന്തോ അത്യാവശ്യ വിഷയമുണ്ട്, എല്ലാവരും ഓടിക്കൂടി ഹബീബായ നബി തങ്ങൾ മദീനയുടെ മിമ്പറിൽ നിൽക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രം ചെവി തുറന്ന് കേട്ടതാണത്, ലോകം ചെവി തുറന്ന് കേൾക്കേണ്ടതാണത്. നീതിയുടെ നായകൻ, സ്വജനപക്ഷപാതവും അതുപോലെയുള്ള ധർമ്മത്തിന് യോജിക്കാത്ത, നന്മക്ക് നീതിക്ക് യോജിക്കാത്ത സംഭവ വികാസങ്ങൾ നടക്കുന്ന ലോകത്താണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ പ്രഖ്യാപനം നമ്മൾ കേൾക്കേണ്ടത്. ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും, സ്വഹാബികളെ, നിങ്ങളുടെ മുൻ സമുദായങ്ങൾ, ജൂതന്മാരും ക്രിസ്ത്യാനികളും ബനു ഇസ്രായേലുകളെ, അവരെല്ലാം നശിക്കാൻ കാരണം എന്താണെന്നറിയുമോ? അവരിലെ മുതിർന്നവര് VIP-കളെ തെറ്റ് ചെയ്താൽ അവരെ വെറുതെ വിടും, അവരിലെ പാവപ്പെട്ടവർ തെറ്റ് ചെയ്താൽ അവരെ പിടിച്ച് ശിക്ഷിക്കും. എന്നാൽ എന്റെ ഉമ്മത്തിൽ ഞാനത് നടത്താൻ വിടുകയില്ല. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലൗ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദിൻ, മുഹമ്മദ് നബി തങ്ങളുടെ മോൾ ഫാത്തിമ ബീവി എങ്ങാനും സറഖത്, മോഷ്ടിക്കുകയാണെങ്കിൽ ലഖതഅതു യദഹാ, ആ ഫാത്തിമയുടെ കൈ വാപ്പയായ ഞാൻ മുറിക്കും സുഹാബ. അങ്ങനെ നീതി നടപ്പാക്കാൻ കടപ്പെട്ടവനാണ് ഞാൻ. അങ്ങനത്തെ എന്നോടാണോ മഖ്സൂമിയ ഗോത്രക്കാരുടെ വിഷയത്തിൽ ശഫാഅത്ത് ചെയ്യുന്നത്? ഉസാമ, അതശ്ഫഉനി ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്. ഫാത്തിമ ബീവിയാണ് നബി തങ്ങൾ പറയുന്നത്, ഫാത്തിമ ബീവി മോഷണം ചെയ്താൽ ഞാൻ അവരുടെ കൈമുറിക്കും. ഇമാം സുഹരി തങ്ങൾ കരഞ്ഞുകൊണ്ടാണ് ഇതിന് വ്യാഖ്യാനം ചെയ്തത്. വഹാശാ ലില്ലാഹി അൻ തസ്രിഖ ഫാത്തിമ, ഫാത്തിമ ബീവി അങ്ങനെ മോഷ്ടിക്കാനാ? ഹാശാ ലില്ലാഹ്, ഫാത്തിമ മോഷ്ടിക്കുമോ റളിയല്ലാഹു അൻഹ? എന്നിട്ട് നബി തങ്ങൾ ഉദാഹരണം പറഞ്ഞു, എന്റെ മോൾ ഫാത്തിമയാണ് മോഷണം നടത്തുന്നതെങ്കിൽ തന്നെ ഫാത്തിമയുടെ കൈ ഞാൻ മുറിക്കും. പിന്നെയുണ്ടോ മഖ്സൂമി ഗോത്രക്കാരി എന്ന തറവാടിന്റെ പേര് പറയുന്നു. ആരാണ് ഈ മോളെന്നറിയണേ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയെ വിവാഹം ചെയ്തതിന് ശേഷം ഫാത്തിമ ബീവി ജീവിച്ചിരിക്കെ തന്നെ അബൂജഹലിന്റെ ഒരു മകൾ, മുസ്ലിമത്തായ മുഅ്മിനത്തായ ഒരു മകളെ, ആ മഹദിയെ വിവാഹം ചെയ്യാൻ അലി റളിയല്ലാഹു അൻഹു ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ചെവിയിലേക്ക് വിവരമെത്തുന്നു. അല്ലാഹുവിന്റെ ഹബീബ് അലിയാരെ വിളിച്ചു, അലിയാരെ, 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 ഞാനൊന്ന് പറഞ്ഞോട്ടെ, അനലാ ഉഹർരിമു ഹലാലൻ വലാ ഉഹല്ലിലു ഹറാമാ. അലി
അള്ളാഹു നിങ്ങൾക്ക് 2 ഭാര്യമാരെ അനുവദിച്ച ഒരു ഹലാലിനെ ഹറാമാക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ഹറാമിനെ ഹലാലാക്കാനുമല്ല. എന്നാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ അലിയേ, വലാകിൻ വല്ലദീ നഫ്സീ ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലാ തജ്തമിഉ ബിൻതു റസൂലില്ലാഹ് വ ബിൻതു അദുവില്ലാഹി തഹ്ത സഖ്ഫിൻ വാഹിദ്. അലിയാരേ, അല്ലാഹുവിന്റെ റസൂലിന്റെ മോളും അല്ലാഹുവിന്റെ റസൂലിന്റെ ശത്രുവിന്റെ മകളും ഒരു മേൽക്കൂരക്ക് താഴെ ഇരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അലിയാരേ, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇന്ന ഫാത്തിമ ബിൽഗത്തും മിന്നി, ഫാത്തിമ എന്റെ ഒരു കഷ്ണമാണ്. എനിക്ക് വിഷമമുള്ളത് ഫാത്തിമാക്ക് വിഷമമാണ്, ഫാത്തിമ ബീവിക്ക് വിഷമമുള്ളത് എനിക്ക് വിഷമമാണ്. അവരുടെ ഇഷ്ടം എന്റെ ഇഷ്ടമാണ്, എന്റെ ഇഷ്ടം അവരുടെ ഇഷ്ടമാണ്. അങ്ങനത്തെ മോളാണെന്ന് മുത്തുനബി ഞങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ അലി റളിയല്ലാഹു അൻഹു ആ ഒരു വിദ്യമത്തിന് മുതിരുകയുണ്ടായില്ല. മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രിയപ്പെട്ട മോളെ കുറിച്ച് നബി ഞങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞത്, ഇത് ലോകത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയ വിളംബരമല്ലയോ. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലൗ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹാ, മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമ ബീവി തന്നെയാണ് മോഷണം നടത്തുന്നതെങ്കിൽ ഞാൻ അവരുടെ കൈമുറിക്കുമെന്ന് പ്രഖ്യാപിച്ച ലോക ചരിത്രത്തിന്റെ നിർണായകമായ വിളംബരങ്ങളിലൊന്നാണ് ഹബീബിന്റെ ഈ വിളംബരം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.